ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മതിൽ തകർന്ന അപകടം 3 കുട്ടികൾ മരിച്ചു, 5 കുട്ടികൾക്ക് പരിക്കേറ്റു. അതേസമയം വസന്ത് വിഹാറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സമീപത്തെ മതിലിടിഞ്ഞ് വെള്ളത്തിൽ അകപ്പെട്ട 3 തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തു. ബാക്കി 2 പേരെ കണ്ടെത്താൻ ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. ദാരുണമായൊരു സംഭവമാണ് ഇത് രണ്ടും. കാരണം ഈ തൊഴിലാളികൾക്കായി തെരച്ചിൽ ഇന്നലെ മുതൽ തുടരുകയാണ്. ഒരാളുടെ മാത്രം മൃതദേഹമേ ലഭിച്ചുള്ളൂ. ഈ മതിൽ ഇടിഞ്ഞു വീണ കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഇത്രയധികം കുട്ടികൾ മാത്രം ഈ അപകടത്തിൽ പെട്ടുപോയി എന്നുള്ളതും അതീവ ദുഃഖകരമാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ കനത്ത മഴയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഈ മഴയത്തൊക്കെ കളിക്കാൻ ഇറങ്ങുന്നത് ഒരുപാട് കുട്ടികളാണ്. അങ്ങനെ ഇന്നലെ വൈകിട്ട് കളിക്കാൻ ഇറങ്ങിയ കുട്ടികളാണ് ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത്. ഗ്രേറ്റർ നോയിഡയിൽ ഇന്നലെ വൈകിട്ടോടുകൂടി കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ സൂരജ്പൂരിൽ വൈകിട്ട് കളിക്കാൻ ഇറങ്ങിയ കുട്ടികളിൽ 3 പേർ ഇങ്ങനെ മതിൽ ഇടിഞ്ഞു വീണൊരു ദാരുണമായിട്ടുള്ളൊരു സംഭവത്തിന് ഇരയാവുന്നത്. 8 കുട്ടികളുണ്ടായിരുന്നു. ആ 8 കുട്ടികൾ കളിക്കാൻ പോകുന്നതിനിടയിലാണ് ഈ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായിരുന്ന പരിസരത്തൊരു നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന വീടായിരുന്നു. ആ വീടിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന മതിൽ അത് ഇടിഞ്ഞു വീണ് അതിൽ ഈ 8 കുട്ടികളും അതിന് താഴെ അവശിഷ്ടങ്ങൾക്കിടയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. തൊട്ടടുത്ത സമയം തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടി രക്ഷാപ്രവർത്തനം എല്ലാം തന്നെ ഏകോപിപ്പിച്ചു. ഇവരെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് അതിൽ 3 കുട്ടികൾ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം വരുന്നതും മറ്റ് 5 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ കുട്ടികൾക്ക് ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ. അവർക്ക് മറ്റ് വലിയ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്നലെയും സമാനമായി സൗത്ത് ഈസ്റ്റ് ഡൽഹിയിൽ 2 കുട്ടികൾ കളിക്കാൻ പോകുന്നതിനിടെ ഓടയിൽ വീണ്, വെള്ളക്കെട്ട് നിറഞ്ഞ ഒരു ഓടയിൽ വീണ് മരിച്ചിരുന്നു. അത് വ്യത്യസ്ത സംഭവമാണ്. പക്ഷേ ഈ മഴയത്ത് ഇത്തരത്തിൽ കുട്ടികൾ കളിക്കാൻ ഇറങ്ങുന്നു, ആ കുട്ടികൾക്ക് തന്നെ അപകടം സംഭവിക്കുന്നു എന്നുള്ളതിനാണ് വലിയൊരു കാര്യമായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുക. കാരണം പലയിടത്തും സൂചനാ ബോർഡുകളില്ല, വെള്ളം നിറഞ്ഞു കിടക്കുകയാണെന്നുള്ള കാര്യം. മാത്രമല്ല താഴ്ന്ന പ്രദേശങ്ങളിലും ഓടയിലും ഒക്കെ ഈ മറ്റിടങ്ങളിലെ വെള്ളം ഇറങ്ങിപ്പോയാലും അവിടുത്തെ വെള്ളം അതുപോലെ നിൽക്കുന്നുണ്ട്. പലതും മലിനജലമാണ്. അത് അറിയാതെ കാൽ വഴുതി അടക്കം വീണിട്ടാണ് ഇങ്ങനെ വലിയ പരിക്കുകൾ സംഭവിക്കുന്നതും അത് മരണത്തിലേക്കടക്കം വലിയ ദുരന്തങ്ങളിലേക്ക് കടന്നു പോകുന്നതും. മറ്റൊരു കാര്യം, ഈ വസന്ത് വിഹാറിൽ രക്ഷാപ്രവർത്തനം അത് ഏകദേശം ഒരു 24 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട്. ഇന്നലെ രാവിലെ 5:30 ഈ മതിലിടിഞ്ഞ് 3 തൊഴിലാളികൾ അതിനകത്ത് അകപ്പെടുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നു. നമ്മൾ ഇന്നലെ ആ സ്ഥലത്ത് പോയ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ അലംഭാവം അടക്കം നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഫയർഫോഴ്സ് കൊണ്ടുവന്ന ഉപകരണങ്ങളടക്കം മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല. അവസാനം രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നാട്ടുകാരുടെ സഹായമടക്കം NDRF-ഉം പോലീസും തേടിയിരുന്നു. രാവിലെ ഒരാൾ പൊക്കത്തിൽ വെള്ളമുണ്ടായിരുന്നു. അത് പിന്നീട് ഉച്ചയോടെയും വൈകുന്നേരത്തോടെയും ഒരാളുടെ അരക്കെട്ടിന്റെ അത്ര മാത്രമായിരുന്നു വെള്ളം. അങ്ങനെ വെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് NDRF കൂടുതലും ഈ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ആ കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി തിരച്ചിൽ പൂർണ്ണതോതിൽ ആരംഭിച്ചത്. ഇന്നലെ രാത്രി തിരച്ചിൽ അല്പസമയം നിർത്തിവെച്ചിരുന്നു. ഇന്ന് രാവിലെയോടെയാണ് ഇപ്പോൾ ഒരാളുടെ മൃതശരീരം കണ്ടെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനിയും 2 പേർ ബാക്കിയുണ്ട്. ആ 2 പേരെ കൂടി പുറത്തെടുക്കാനുണ്ട്. ഈ ജീവനോടെ ഇവരെ പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും ഇതിനോടകം തന്നെ അസ്തമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇവർ ഈ വെള്ളത്തിൽ അകപ്പെട്ടിട്ടില്ല. മതിൽ ഇടിഞ്ഞു വീട്ടാണെങ്കിൽ ഈ വെള്ളത്തിൽ ഇടപെടുകയാണ്. ഈ അപകടങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോഴും അവിടെ കാലാവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? വരുന്ന ദിവസങ്ങളിലും അതിശക്തമായ മഴയായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇന്നൊക്കെ മഴയ്ക്ക് ശമനമുണ്ടോ? മഴയ്ക്ക് നിലവിൽ ശമനമുണ്ട്. പക്ഷേ ആശാവഹമല്ല. കാരണം മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിമൂടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് നിലവിലുള്ളത്. മഴ എപ്പോൾ വേണമെങ്കിലും പഴയാം. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചയോട് അടുപ്പിച്ച് കുറച്ച് മഴയുണ്ടായിരുന്നു. പക്ഷെ ആ മഴയ്ക്ക് ഇന്നലത്തെ അത്ര ശക്തി ഉണ്ടായിരുന്നില്ല. 3 മണിക്കൂർ അടുപ്പിച്ച് പെയ്തിട്ടാണ് ഡൽഹി ആകെ വെള്ളത്തിലായത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയ്ക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നില്ല. വെള്ളക്കെട്ട് പോലത്തെ വലിയ പ്രതിസന്ധിയൊന്നും എവിടെയുമില്ല. അപ്പോഴും മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ഡൽഹിയിൽ ആകെ ഉണ്ട്. മാത്രമേ അടുത്ത ഒരു 5 ദിവസത്തേക്ക് കൂടി ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മൺസൂൺ എത്തിയിരിക്കുന്നു. ചൂട് മാറി മഴയുടെ സമയം തന്നെയാണ്. അത് ശക്തമായിട്ട് പെയ്യുകയാണെങ്കിൽ വീണ്ടും ഡൽഹി രൂക്ഷമായിട്ടുള്ളൊരു വെള്ളക്കെട്ട് പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോഴെന്തായാലും മഴ മാറി നിൽക്കുന്നു എന്നുള്ളതൊരു ആശ്വാസമാണ്.